ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ വെയിലേറുള്ള സ്ഥലത്തേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മളത് വെയിലത്തേക്ക് മാറ്റിയതിന് ശേഷമുള്ള അതിൻ്റെ മാറ്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അതിൻ്റെ വിളവെടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇങ്ങോട്ട് മാറ്റിയാൽ പിന്നെ നമ്മുടെ ഫ്ലവറൊക്കെ പൂത്ത് വിളവെടുക്കാൻ പരിവമായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇതേ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന നമ്മുടെ വഴുതനേമ പൂവ് കുത്തി വഴുതനങ്ങയായി തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഇന്നൊരു വിളവെടുപ്പ് ഇത് ഉപയോഗിച്ച് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതേ ഫ്ലവർ നോക്കിക്കേ, ഫ്ലവർ ഇതുപോലത്തെ ഒരു കളർ, ഒരു വൈറ്റ് ഷെയ്ഡിൽ നിന്ന് മഞ്ഞ ഷെയ്ഡിലേക്ക് ആയിക്കഴിയുമ്പോൾ നമുക്കിത് വിളവെടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്നിപ്പോൾ നമ്മുടെ കോളിഫ്ലവർ വിളവെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ താഴെ നട്ടിരിക്കുന്ന വഴുതനയുമ്പോൾ നിറയെ വഴുതനങ്ങ ഉണ്ടായി കിടക്കുകയാണ് കേട്ടോ. നിലത്ത് മുട്ടി വരെ വഴുതനങ്ങ ഉണ്ടായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങയിൽ നിന്നും കുറച്ച് വഴുതനങ്ങയും കൂടി പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി ഇന്നൊരു വിളവെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഇലയൊക്കെ കളഞ്ഞതിന് ശേഷം അല്പം മഞ്ഞളും ഉപ്പുമുള്ള വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് വെക്കാം. ഈ വഴുതനങ്ങ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവറും അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഉപയോഗിച്ച് ഞാനിന്നൊരു ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വഴുതനങ്ങ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറും ഒന്ന് അടർത്തി അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തോ എങ്ങനെയാണെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്ലവറും അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങയും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കായംപൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് ഒരു തിക്ക് പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടി ഞാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വഴുതനങ്ങ ബജി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്ലവർ ഓരോന്നായി മാവിൽ മുക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നോക്കിക്കുക, നമ്മുടെ വഴുതനങ്ങയും അതുപോലെ തന്നെ ഫ്ലവറും എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സോസിലോ അല്ലെങ്കിൽ ചമ്മന്തിയിലൊക്കെ മുക്കി ചായയോടൊപ്പം കഴിക്കാൻ സൂപ്പറാണ്. നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്